എന്താ പരിപാടി? ചിക്കൻ കറി വെക്കാനുള്ള പ്ലാനാണ്. ചിക്കൻ ബോൺലെസ് ചിക്കനാണ്. ഇത് കണ്ടോ, അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ ചിക്കനെന്ന് മനസ്സിലാവണ്ട. ഇത് ബോൺലെസ് ചിക്കനാണ്. മോനെ കുറച്ചൊന്ന് കഴിച്ചാൽ പോരാ, കഴിക്കുമ്പോൾ അവന് കുറച്ച് നന്നായിട്ട് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ബോൺലെസ് ചിക്കൻ കൊണ്ട് ഒരു നല്ല പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ അത് ഉണ്ടാക്കി പ്ലാനിന് മാത്രമേ ഉള്ളൂ, എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പം ചിക്കൻ കഴുകി കൊടുക്കുകയാണ് ഇപ്പോൾ. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ. ഇതൊരു ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആദ്യം ഉപ്പിട്ടു. ചിക്കൻ കറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും വെറുതെ നമ്മൾ ചേർക്കുന്ന സ്റ്റൈലൊന്ന് കാണിക്കാമെന്ന് മാത്രം. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടിയും നമുക്ക് കുറച്ച് ആഡ് ചെയ്യണം. അതുകൊണ്ട് അതിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ഇടാൻ. ഒരുപാട് എരിവായി പോകാതെ. പിന്നെ ഉള്ള സാധനമാണ് ഇത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പോഴൊക്കെ എന്ത് സുഖമല്ലേ, ഈ പേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പണ്ടാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതക്കണം. അത് ആ ചതക്കുന്ന പാത്രമുണ്ട്. ഒന്നുകിൽ ഇങ്ങനെയുള്ള പാത്രത്തിൽ ഇട്ടിട്ട് ചതക്കണം, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അമ്മീൻ്റെ മേലിന്നൊക്കെ ചതച്ച് തോല് പൊളിക്കണം, മുറിക്കണം, ചതക്കണം. അതൊക്കെ വലിയ പാടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ഇതിങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ കഴിഞ്ഞു. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. എടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തു. ഇനി ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യുക എന്നുള്ള വേർഡൊക്കെ നമ്മളിപ്പോഴാട്ടോ പഠിച്ചത്. പണ്ടാണെങ്കിൽ നന്നായിട്ട് കുഴച്ച് അതിലെല്ലാം തേച്ച് പിടിപ്പിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചിക്കനിൽ നന്നായിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെക്കുക എന്നാണ്. ഇപ്പോഴത്തെ ഭാഷയനുസരിച്ച് അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക, പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വേർഡ്സ്. കുറച്ച് നേരം ഇതിൽ തൈര് ആഡ് ചെയ്താൽ നല്ലതാണ്, നാരങ്ങാനീര് ആഡ് ചെയ്താൽ നല്ലതാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ അത് ചെയ്യാറില്ല. എന്തോ ചിക്കനിൽ പുളിയാക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമാണ്. ചിക്കനിൽ കട്ടത്തൈര് അധികം പുളിയില്ലാത്തത് കട്ടത്തൈരൊക്കെ ആഡ് ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് വരും ചിക്കൻ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ അല്ലാതെ ആക്കി തന്നെ സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കെന്തോ അതിനോടൊരു യോജിപ്പ് മനസ്സിലില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറന്നുപോയി, കുരുമുളക് പൊടി ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് കുരുമുളക് പൊടി. കൈയോട്ടനെ എടുക്കുന്നു കേട്ടോ. കുരുമുളക് പൊടി കുറച്ചിത് ആഡ് ചെയ്യാം. ഞാൻ 2 പോർഷനായിട്ട് ഉണ്ടാക്കുന്നത്. ഒന്ന് ഇപ്പം ഇന്ന് കഴിക്കാനും, മറ്റേത് ഈ പറഞ്ഞതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാനും. നാളെയോ ഒക്കെ ഉണ്ടാക്കാതെ. മോനൊക്കെ ഓഫീസിൽ പോകുമ്പോൾ അവരൊക്കെ ചിക്കൻ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭർത്താവിനൊക്കെ ബോണുള്ള ചിക്കൻ, സാധാരണ ചിക്കനാണ് ഇഷ്ടം. നമ്മൾ സാധാരണ വാങ്ങുന്ന ചിക്കൻ്റെ അത് കഴിക്കുന്നതാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. എങ്കിൽ മാത്രമേ അതിൽ കുറച്ച് എല്ലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ കടിച്ചും പറിച്ചൊക്കെ എടുക്കാൻ നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. പക്ഷേ മോനൊക്കെ ഇഷ്ടം എന്ന് വെച്ചാൽ ബോൺലെസ് ചിക്കനാണ് ഇഷ്ടം. ഒന്നും പ്രയാസമില്ല. കറി വെക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക, എടുത്ത് ഓരോ പീസ് പനീറിൻ്റെ പീസ് പോലെ ഓരോ പീസ് എടുത്തങ്ങ് വായിലേക്ക് ഇടുക. അതാണ് അവർക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ടാണ് ബോൺലെസ് വാങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ മക്കളൊന്നും കൂടി ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ സാധാരണ ചിക്കൻ വാങ്ങും. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ബബ്ലു പെറ്റാണ്. ഞങ്ങളുടെ പെറ്റ് ഡോഗിന് എല്ലാവർക്കും അറിയാമല്ലോ, ബബ്ലുവിനും ബോൺലെസ് ആണ് കൊടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞിരുന്നു അവർക്ക് എല്ലുള്ള ചിക്കൻ കൊടുക്കുകയാണെങ്കിൽ
എല്ല് വേവിച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഷാർപ്പ്നെസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ തൊണ്ടക്കൊക്കെ മുറിവ് പറ്റാനും ചിലപ്പോൾ അവരെ വയറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ കുടലിനൊക്കെ മുറിവ് പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബോൺലെസ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ബബ്ലു ബോൺലെസ് ആണ് കഴിക്കാറ്. ഇതാണ് ചിക്കൻ. അപ്പോൾ ആദ്യം എനിക്ക് അത്ഭുതമായിരുന്നു കേട്ടപ്പോൾ. ഞാൻ പറയായിരുന്നു സാധാരണ നായ എന്ന് പറഞ്ഞാൽ തന്നെ എല്ല് എന്നാണ് ഇതിൻ്റെ ഇത്. നായക്ക് കടിക്കാൻ എല്ല് ഇഷ്ടമാണ്, നായൻ്റെ കൂടെ തന്നെ എപ്പോഴും എല്ലിൻ്റെ ചിത്രമൊക്കെ നമ്മൾ കാണിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഡോക്ടർ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി വേണ്ടത് ഉള്ളി, തക്കാളി, ഇത് രണ്ടും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കലാണ്. അപ്പോൾ ഞാൻ അരച്ചിട്ട് വരാം. അപ്പം നമ്മളുടെ ഉള്ളിയും തക്കാളിയും കൂടി അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഉള്ളി തക്കാളിയൊക്കെ മുറിച്ചിടുമായിരുന്നു, ചെറിയ ചെറിയ പീസായിട്ടായിരുന്നു നമ്മൾ ചിക്കനിലൊക്കെ കണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇങ്ങനെ അരക്കണം. അത്രേ അരച്ച് കളയാം. എന്നിട്ട് തവയിൽ ചീനച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് ഇട്ടിട്ട് അത് വഴറ്റി നല്ല എണ്ണ തെളിയുന്നത് വരെ ആക്കണം. അതിനിടയ്ക്ക് മസാലപ്പൊടികളും ചേർക്കാം, കാണിക്കാം. പാത്രത്തിലേക്ക് ഇടുകയാണ്. ഉള്ളിയും തക്കാളിയും കൊണ്ടുള്ള പേസ്റ്റ് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇനി അത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ അത് നല്ലോണം വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് നല്ലോണം കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല വേണമെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് ചെയ്യട്ടെ. ഇനി അപ്പോൾ നമ്മൾ ഈ മിക്സിയൊക്കെ ഇങ്ങനെ അരച്ച് എടുത്തു കഴിഞ്ഞാൽ കുക്കറി ഷോ ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഇത്രേ കാണിക്കുള്ളൂ. നമ്മളാണെങ്കിൽ അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് കഴുകിയത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തുടച്ച് ഇത് മുഴുവൻ നമ്മളെടുക്കും, കളയുന്നില്ല. അത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ച് ഇളക്കി നല്ല പച്ചമണം പോക്കണം. പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. മല്ലിപ്പൊടിയും കുരുമുളക് പൊടി, പെപ്പർ ചിക്കൻ എന്നാണല്ലോ പേര്, അതുകൊണ്ട് കുരുമുളക് കുറച്ച് കൂടുതൽ വേണം. ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി നല്ല ആ ഒരു എണ്ണ തെളിയുന്നത് വരെ അതങ്ങനെ അവിടെ നിന്നാവട്ടെ. അപ്പോൾ ഈ ഉള്ളി തക്കാളിയിലൊക്കെ അത് നന്നായിട്ട് വഴറ്റി നല്ല ആംഗിൾ ശരിയാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടത് വഴണ്ട് വന്നപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളവും കൂടി, നമുക്ക് കുറച്ച് കറിയായിട്ടാണല്ലോ വേണ്ടത്, അതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ചിക്കൻ, ബോൺലെസ് ചിക്കൻ നമ്മൾ കഴുകിയല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ അതിനകത്തേക്ക് ചേർക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പറയും അമ്മക്കറിയാമെന്നൊക്കെ പറയും, അല്ലേ പറയും അമ്മ പഴഞ്ചൻ. ഈ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്, കാണുന്നില്ലേ, നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് വേവുന്ന വരെ അടുപ്പത്ത് വെക്കുക. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് അധികം ടൈം എടുക്കില്ല, വേഗം വേവും. എന്നാലും അത് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് സമയം അതിനെ വേവാൻ വേണ്ടി വിടാം. വെന്തതിന് ശേഷം എങ്ങനെയായി കറി എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പെപ്പർ ചിക്കൻ ഇതാ റെഡിയായി, വെന്തു, വെള്ളമൊക്കെ പാകത്തിനായിട്ട് നല്ല കൊഴുത്ത് വന്നു. ഇത് തീ ഓഫായി കഴിഞ്ഞാൽ അതൊന്നും കൂടി കൊഴുത്ത് വരും. അപ്പോൾ നമ്മൾ ഇതാ ആയിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത്? അങ്ങനെ നമ്മുടെ
പെപ്പർ ചിക്കൻ റെഡി.